ഹലോ, നമ്മുടെ നീറ്റ് 2025 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2025. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. എ ബോബ് ഓഫ് ഹെവി മാസ് എം ഈസ് സസ്പെൻഡഡ് ബൈ എ ലൈറ്റ് സ്ട്രിങ് ഓഫ് ലെങ്ത് എൽ. എ ബോബ് ഈസ് ഗിവൺ എ ഹൊറിസോണ്ടൽ വെലോസിറ്റി V0 ആസ് ഷോൺ എന്ന ഫിഗർ. ഈ പോയിന്റിലുള്ള അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? V0 ആണ്. ദ സ്ട്രിങ് ഗെറ്റ്സ് ലാക്ക് അറ്റ് സം പോയിന്റ് P, making an angle theta from the horizontal. The ratio of the speed v of the bob at point P to its initial speed V0 is. ഈ പോയിന്റിലുള്ള വെലോസിറ്റി V0 ആണ്. ഈ പോയിന്റിലുള്ള വെലോസിറ്റി V ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ V/V0 തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചേക്കണേ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. It is a circular motion, type of circular motion in which rotates along a vertical plane. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സർക്കുലർ മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയാം. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. യൂണിഫോമും ഉണ്ട്, നോൺ യൂണിഫോമും ഉണ്ട്. അതിൻ്റെ സ്പീഡ് വി എന്ന് പറയുന്ന സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോമും, അല്ല സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം സർക്കുലർ മോഷനായിട്ട് മാറും. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷനാണ്. അതായത് ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് എ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത് ഏതിനാണ്? വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനകത്തെ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളിൻ്റെ കുറച്ച് ഗ്ലിംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോബ്ലം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അല്ലാതെ സർക്കുലർ മോഷനോ ടു ഡയമെൻഷണൽ മോഷനോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചാപ്റ്റർ ഏതാണെന്നുള്ള സംഗതി ക്ലാരിറ്റി കിട്ടി. ഇത് നമുക്ക് വെർട്ടിക്കൽ സർക്കുലർ മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണെന്നും മനസ്സിലായി. അപ്പോൾ അതിനാൽ തന്നെ ഇനി ഇത് സോൾവ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി V0 ആണല്ലോ. ഇതൊരു സ്ട്രിങ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദർ വിൽ ബി ടെൻഷൻ T അപ്വേർഡ് ഡയറക്ഷനിൽ. ഇനി ഇതിൻ്റെ വെയിറ്റ് mg, അതെങ്ങോട്ടാണ്? താഴോട്ട്. ഇനി സർക്കുലർ മോഷനിലായതുകൊണ്ട് തന്നെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യും. വിച്ച് ഈസ് ഈക്വൽ ടു mv0² ഡിവൈഡഡ് ബൈ r. ഓക്കെ, mv0² ഡിവൈഡഡ് ബൈ r. സെയിം തന്നെ എവിടെയും സംഭവിക്കും? ഈ പോയിന്റിൽ സംഭവിക്കും. വിച്ച് ഈസ് ടെൻഷൻ ഈ ഡയറക്ഷനിൽ, ഈ mv² ഡിവൈഡഡ് ബൈ r ഔട്ട്വേർഡ് ഡയറക്ഷനിൽ. പിന്നെ ഈ പോയിന്റിൽ mg, വെയിറ്റ് എപ്പോഴും താഴോട്ടാണല്ലോ ആക്ട് ചെയ്യുക, mg താഴോട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മൂന്നിനെയും അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന മൂന്ന് സൈഡ്സിനെയും നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അഥവാ ഈ കോണ് എത്ര എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? തീറ്റ എന്ന് പറഞ്ഞും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ കോണ് തീറ്റ എന്നും പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ വെയിറ്റ്, ഏത് വെയിറ്റ്? ഈ കാണുന്ന വെയിറ്റ് mg താഴോട്ടാണ്. ഈ കാണുന്ന വെയിറ്റ് mg താഴോട്ടാണ്. അപ്പോൾ mgക്ക് രണ്ട് കോമ്പോണൻറ്റുകൾ നിശ്ചയിക്കാം. ഒന്ന് അലോങ് ദ സർക്കിൾ, ഒന്ന് ഈ ഡയറക്ഷനിലും. ഈ കോമ്പോണൻറ്റിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? ഈ mg കോസ് തീറ്റ എന്ന് എഴുതാം. അലോങ് ദ റേഡിയൽ ഡയറക്ഷനിലുള്ള ഈ കോമ്പോണൻറ്റിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? mg സൈൻ തീറ്റ എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ, mg സൈൻ തീറ്റ എന്ന് പറഞ്ഞു എഴുതാം. അപ്പോൾ സിംഗിൾ ലൈൻ ഡയറക്ഷനിലുള്ള ഫോഴ്സസിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മളിതിൽ അപ്ലൈ ചെയ്യുകയാണ്. mv² ഡിവൈഡഡ് ബൈ r, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ടെൻഷൻ T പ്ലസ് എത്രയായിരിക്കും വരിക? m ഇൻറ്റു g ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ അതിൽ നിന്ന് T എന്ന് പറയുന്ന ടെൻഷൻ്റെ വാല്യൂ T ഈസ് ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ r മൈനസ് mg സൈൻ തീറ്റ. ടെൻഷൻ സ്ലാക്കിലാണ് അല്ലെങ്കിൽ സ്ട്രിങ് സ്ലാക്കിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ T ഈസ് ഈക്വൽ ടു 0 ആണ്. വിച്ച് മീൻസ് ഇതൊരു കംപ്ലീറ്റ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ അല്ല. പാതി വഴിയിൽ വെച്ചിട്ട് അതെന്തായി മാറുന്നുണ്ട്? പ്രൊജക്ടൈൽ മോഷനായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സർക്കുലർ മോഷൻ അല്ലാതായി തീരുന്നുണ്ട്.
അപ്പോൾ ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ എന്ന റിലേഷൻ കിട്ടും. അതിൽ നിന്ന് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി സൈൻ തീറ്റ അഥവാ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി സൈൻ തീറ്റ. ഇതൊന്ന് കുറച്ചൊന്ന് അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ ആർ ജി സൈൻ തീറ്റ ഹോൾ റേസ് ടു 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി എന്ന് പറയുന്ന പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി കിട്ടി. ഈ പോയിന്റിൽ വി എന്ന് പറയുന്ന വെലോസിറ്റി കിട്ടണമെങ്കിൽ ബോട്ടമിൽ നമ്മൾ എത്ര വെലോസിറ്റി V0 കൊടുക്കണം? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടത്. എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്താ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള മെച്ചം? ഈ പോയിന്റിൽ ഇതിപ്പോൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഇവിടെ ആകെ കൂടിയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോഴ്സാണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിനകത്ത് ഒരു എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് റിമെയിൻസ് കൺസർവ്ഡ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ഓഫ് ഒബ്ജക്റ്റ് ഹാവിങ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ് അല്ലെങ്കിൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ പോയിന്റിൽ അതിന് പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയും ഈ പോയിന്റിൽ അതിനെ പൊസസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജിയും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഈ പോയിന്റിൽ അതിന് പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഹാഫ് mv0² ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ അതിന് പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഹാഫ് mv² ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ അതിന് അഡീഷണലായിട്ട് കിട്ടുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ അഡീഷണലായിട്ട് അതിന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി mgh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v0² ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v² പ്ലസ് mgh. ദിസ് ഈസ് അറ്റ് പോയിന്റ് പി, ദിസ് ഈസ് അറ്റ് പോയിന്റ് എ. ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് പോയിന്റ് എ ആൻഡ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് പോയിന്റ് പി ഈസ് കൺസർവ്ഡ്. അപ്പോൾ റിലേഷൻ നമുക്ക് കിട്ടിയ കൺസർവേഷൻ്റെ റിലേഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് V0ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. V0ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ സെയിം ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്തേ. ഈ സെയിം ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്തേ. മറ്റൊരു ലൈൻ എടുക്കാം. ഓക്കെ, ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്തേ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അതറിയില്ല. ഈ ഡിസ്റ്റൻസ് പക്ഷെ നമുക്കറിയാം. ഏത്? ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നറിയാം. അത് 6 ആണ്. ആ ഡിസ്റ്റൻസ് എത്രയാണ്? അത് 6 ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിലും അതിന് മറ്റൊരു ടെക്നിക്ക് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് 6 ആണെന്നുള്ളത് നമുക്കറിയാം. ഈ ആംഗിൾ തീറ്റ ആണെന്നുള്ളത് നമുക്കറിയാം. ഈ ആംഗിൾ എന്താണെന്നറിയാം? തീറ്റ ആണെന്നറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ബൈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ടെടുക്കാം? r സൈൻ തീറ്റ എന്നെടുക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു r പ്ലസ് r സൈൻ തീറ്റ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r പ്ലസ് r സൈൻ തീറ്റ. അതവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v0² ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v² പ്ലസ് mg ഇൻറ്റു r പ്ലസ് r സൈൻ തീറ്റ പ്ലസ് r സൈൻ തീറ്റ. കോമൺ ആയിട്ടുള്ള എമ്മിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ v0² ഇസ് ഈക്വൽ ടു v² പ്ലസ് gr പ്ലസ് gr സൈൻ തീറ്റ ബൈ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ v0² ഇസ് ഈക്വൽ ടു v² പ്ലസ് 2gr പ്ലസ് 2gr സൈൻ തീറ്റ. v²ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. rg സൈൻ തീറ്റ പ്ലസ് 2gr പ്ലസ് 2gr സൈൻ തീറ്റ. rg സൈൻ തീറ്റ പ്ലസ് 2gr സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 3gr സൈൻ തീറ്റ പ്ലസ് 2gr. അഥവാ v0ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് gr എന്ന് പറഞ്ഞ ടേം കോമൺ ആയിട്ട് പുറത്തേക്കുണ്ട്. അപ്പോൾ gr കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണല്ലേ? 2 പ്ലസ് 3 സൈൻ തീറ്റ. ഇതെന്താ? സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഹോൾ റേസ് ടു 1/2. ഇനി നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് v ഡിവൈഡ് ബൈ v0ൻ്റെ വാല്യൂ അല്ലേ? ഇസ് ഈക്വൽ ടു rg സൈൻ തീറ്റ ഹോൾ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ rg 2 പ്ലസ് 3 സൈൻ തീറ്റ
ഹോൾ റേസ് ടു 1/2. മൊത്തം കോമൺ ടേം എടുത്തു. ആർ ജി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 + 3 സൈൻ തീറ്റ ഹോൾ റേസ് ടു 1/2. ഓക്കെ, ആ ഓപ്ഷൻ ഏതിലാണ് കിടക്കുന്നത്? 4th ഓപ്ഷൻ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എത്രയായിരിക്കും വരിക? ഓപ്ഷൻ നമ്പർ 4. താങ്ക് യു.